എറണാകുളം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ 6,60,000 രൂപ കൈക്കൂലി വാങ്ങിച്ചു. 4 പോലീസുകാരാണ് കൈക്കൂലി വാങ്ങിച്ചത്. അവരെ പിടിക്കപ്പെട്ടു. ഈ സംഭവം ഉണ്ടായത് ഗുജറാത്തിലെ മഹിസാഗർ പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഡിവൈഎസ്പി സംഘവും എറണാകുളത്തെത്തി കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ 2 വിദ്യാർത്ഥികൾ അവർ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയത് അവരുടെ അക്കൗണ്ടിൽ കൂടെയാണ്. കേരളത്തിലെ പല വിദ്യാർത്ഥികളും ഇതുപോലെ പെട്ടുപോയിട്ടുണ്ട്. കാരണം പലരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി മണി ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഒരു വരുമാനമില്ലാതെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മാസം വാടകയ്ക്ക് എടുക്കും ചിലർ. അതൊരു വരുമാനം. മാസം 2,000 രൂപ 5,000 രൂപ നിങ്ങൾക്ക് തരാം. ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ 5,000 രൂപ ഇട്ട് കൊടുക്കും. ആ അക്കൗണ്ടിൽ കൂടെ മറ്റവർ ഈ ഓൺലൈൻ തട്ടിപ്പിൻ്റെ കോടിക്കണക്കിന് രൂപ അവർ ഈ പയ്യന്മാരുടെ അക്കൗണ്ടിൽ കൂടെ ട്രാൻസാക്ഷൻ നടത്തും. അങ്ങനെ ഒരു ഗുജറാത്തിലെ മഹിസാഗർ പോലീസ് അതിർത്തിയിലെ ഒരു തട്ടിപ്പ് നടന്നു. അത് എറണാകുളത്ത് കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ 2 കുട്ടികളുടെ അവരുടെ സൈലൻ്റായ അക്കൗണ്ടിൽ കൂടെയാണ് ആ ട്രാൻസാക്ഷൻ നടത്തിയത്. അതുകൊണ്ട് ആ തട്ടിപ്പിനെ അന്വേഷിക്കാൻ ഡിവൈഎസ്പി മഹിസാഗർ പോലീസ് സ്റ്റേഷനിലെ അവിടുന്ന് പാർട്ടിയും സംഘവും വന്നു. അവർ വന്ന് കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ടു. അവർ എറണാകുളം റൂറൽ SP-യും അവിടുത്തെ ACP-യും കണ്ടു. റൂറൽ SP-യുടെ നിർദ്ദേശമനുസരിച്ച് ACP ഈ കേസിൻ്റെ പ്രതികളെ കണ്ടെത്താനായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ SHOയോട് പറഞ്ഞു. അവരെ കുട്ടികളെ കണ്ടെത്താൻ അവരുടെ വീട് ട്രേസ് ചെയ്യാനും ASI അബ്ദുൾ റഫിനെയും CPO ഷെഫീഖിനെയും ചുമതലപ്പെടുത്തി. അവരുടെ കൂടെ മറ്റു 2 പോലീസുകാർ സഞ്ജു ജോസും സക്കീറിനെയും കൂടെ കൂട്ടി 4 പേരുമായി അവർ ഈ 2 വിദ്യാർത്ഥികളെ വീട് കണ്ടെത്തി ട്രേസ് ചെയ്തു. അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞു, കുഴപ്പമാണ്, അത് ഗുജറാത്തിൽ കൊണ്ടുപോകും, അവിടെ റിമാൻഡിൽ പോവും, ഈ കേസ് ഇവിടെ ഒത്തുതീർപ്പ് ആക്കി തരാം, ഒരു 8 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പം അവർ വായ്പ വാങ്ങിച്ചോ എങ്ങനെയോ 6,60,000 രൂപ അവരെ സഞ്ജു ജോസിൻ്റെ സക്കീറിൻ്റെ ഏൽപ്പിച്ചു. അവരാണ് ആ പൈസ വാങ്ങിച്ചത്. അബ്ദുൾ റഫും ഷെഫീഖും കൂടെ ചേർന്ന് അത് ഷെയർ ചെയ്തെടുത്തിട്ടുണ്ടാവാം. ഏതായാലും ഈ ഒരു സംഭവത്തെപ്പറ്റി അവിടുത്തെ അസിസ്റ്റന്റ് ACP ഹാർദിക് മീണ അറിഞ്ഞു. അദ്ദേഹം ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. കാരണം ഇവർ ഇത്ര പണം വാങ്ങിച്ചിട്ടുണ്ട്. എറണാകുളം റൂറൽ SP 4 പേരെയും സസ്പെൻഡ് ചെയ്ത വാർത്തകളാണ് വരുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ കൈക്കൂലി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് നമുക്കറിയാം. അത് ഇപ്പം തന്നെ പ്രതിയായാലും വാദിയായാലും ശരി, പണം ചെല്ലാതെ ഏകദേശം എല്ലാ പോലീസ് സ്റ്റേഷനിലും കൈക്കൂലി കൊടുത്തെങ്കിലേ കാര്യം നടക്കുള്ളൂ. നല്ല ഓഫീസേഴ്സും നല്ല പോലീസുകാരൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അത് വളരെ ശുഷ്കമായ ഒരു സംഖ്യയെ ഉണ്ടാവുള്ളൂ. അവർ 10, 40, 50, 60 ഉള്ള പോലീസ് സ്റ്റേഷനിൽ 5, 6 പോലീസുകാർ മാത്രം ഓണസ്റ്റായിട്ട് കാണും. ബാക്കി എല്ലാവരും കൈക്കൂലി വാങ്ങിച്ച് ഷെയർ ചെയ്യുന്നവരാണ്. ഇവിടെ തന്നെ അബ്ദുൾ റഫിനെയും ഷെഫീഖിനെയും ആണ് ഇവരെ ട്രേസ് ചെയ്യാൻ ഏൽപ്പിച്ചതെങ്കിലും അവർ മറ്റു 2 പോലീസുകാരും കൂടെ ചേർന്നിട്ടാണ് 6,60,000 രൂപ കൈക്കൂലി വാങ്ങിച്ചത്. 8 ലക്ഷം ഡിമാൻഡ് ചെയ്തെങ്കിൽ അത്ര അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും മഹിസാഗർ പോലീസ് സ്റ്റേഷനിലെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട 2 കുട്ടികളെ, അത് മൈനർ ആയതുകൊണ്ടായിരിക്കാം അവർ കൊണ്ടുപോകാതെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളാണ്. എന്തായാലും ഈ അക്കൗണ്ട് ഹോൾഡർ മൈനേഴ്സാണ്. ആ കുട്ടികൾ 2 പേരും ആ കേസിനകത്ത് പ്രതിയാകും. എങ്കിലും അത് ഒതുക്കി കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടാണ് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരും 6,60,000 കൈപ്പറ്റിയത്. ഗുജറാത്ത് ഡിവൈഎസ്പി, അവിടുന്ന് വന്ന ഡിവൈഎസ്പി സംഘം ആണ് ഈ കുട്ടികളെ തപ്പി വന്നത്. അവർക്ക് എന്തെങ്കിലും ഷെയർ ഓഫർ ചെയ്തിട്ടുണ്ടോ, അതുകൂടെ ചേർത്താണോ വാങ്ങിച്ചതെന്ന് നമുക്കറിയില്ല. ഏതായാലും കൈക്കൂലിയുടെ നിലവാരം ലക്ഷങ്ങളിലാണ്. ചെറിയ പൈസയെ തീരില്ല. നമ്മൾ ഇതിൽ നിന്ന് ടിപ്പിക്കലായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ 4 പേര്, അതിനകത്ത് ആർക്കൊക്കെ ഷെയർ കൊടുക്കുമെന്ന് അറിയില്ല, 8 ലക്ഷം രൂപയ്ക്കാണ് കൈക്കൂലി ചോദിക്കുന്നത്. കാരണം ആ കേസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഗുജറാത്തിൽ പോയി കിടക്കേണ്ടി വരും, റിമാൻഡിൽ പോകുമായിരിക്കും ആൾക്കാർ. അത് പേടിച്ചിട്ടായിരിക്കാം മാതാപിതാക്കൾ, ആ കുട്ടികളുടെ മാതാപിതാക്കൾ 6,60,000 രൂപ കൊടുത്തത്. എന്തായാലും 4 പേരെ സസ്പെൻഡ് ചെയ്തു. ആ കേസ് വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. വിജിലൻസിൽ അവർക്ക് എതിരായിട്ട് കൈക്കൂലി വാങ്ങിച്ചതാണ്.
അതുകൊണ്ട് ആ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് വിജിലൻസ് ട്രാൻസ്ഫർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.